നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാറിന്റെ ഒരു കസ്റ്റമർ റിവ്യൂ, അതായത് യൂസർ റിവ്യൂ ആണ്. ഈ വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടൺ ആണ്. 2024 മോഡല് ഓൾട്ടോ കേട്ടൺ VXI എന്ന് പറയുന്ന മോഡലാണ് ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഉള്ള എന്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയാം. 12,047 കറക്റ്റ് 12,047 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്കകത്ത് VXI പ്ലസ് ആയതുകൊണ്ട് ഓൾട്ടോ എന്ന് പറഞ്ഞ് നമ്മള് നോർമലി നമ്മുടെ ഓൾട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഓൾട്ടോ എന്നല്ലേ വിചാരിക്കുന്നത്. ഞാനും ആദ്യം ഈ കാർ എടുത്തപ്പോൾ ഓൾട്ടോ ആണ് എടുത്തതെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്, മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഓൾട്ടോ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കാറിനകത്ത് ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ വണ്ടി ഫുൾ ഓപ്ഷൻ VXI പ്ലസ് ഇതൊരു ഫുൾ ഓപ്ഷൻ കാറാണ്. ഈ ഫുൾ ഓപ്ഷനകത്ത് ഇപ്പം നമുക്കുള്ളത് സ്റ്റിയറിംഗിനകത്ത് നമുക്ക് വോയിസ് കൺട്രോൾ ഉണ്ട്, മ്യൂട്ട് ഉണ്ട്, മ്യൂസിക് കൺട്രോൾ ഉണ്ട്, കോൾ അറ്റൻഡ് ചെയ്യാം, കോൾ കട്ട് ചെയ്യാം, വോയിസ് കമാൻഡ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് LCD മോണിറ്റർ ഇരിപ്പുണ്ട്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് ക്യാമറ വിത്ത് സെൻസർ, പവർ വിൻഡോ ആണ്. കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പവർ വിൻഡോ ഇവിടെ ഡാഷ്ബോർഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 സ്വിച്ച് മാത്രമേ ഉള്ളൂ. കാര്യം മറ്റേതാകുമ്പോഴത്തേക്ക് ഇവിടെ 2 സ്വിച്ച് വെക്കണം, അവിടെ ഒരു സ്വിച്ച് വെക്കണം. ഒരു സ്വിച്ചിന്റെ കോസ്റ്റ് ഇവർ കട്ട് ചെയ്യാം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ക്ലൈമറ്റ് കൺട്രോൾ AC അല്ല, നോർമൽ AC ആണ് വരുന്നത്. പക്ഷേ നോർമൽ AC ആണെങ്കിൽ പോലും നല്ല കിടിലൻ തണുപ്പാണ്. ചെറിയൊരു ക്യാബിൻ ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് തണുക്കും വണ്ടിയുടെ കൂളിങ്. പിന്നെ മീറ്റർ കൺസോൾ വരുമ്പോഴത്തേക്ക് മീറ്റർ കൺസോൾ ഡിജിറ്റലാണ്, നമ്മൾ അനലോഗ് അല്ല, ഡിജിറ്റലാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. മൈലേജ് ഇത് 20-ന് മുകളിൽ മൈലേജ് കിട്ടുന്ന കമ്പനി പറയുന്നത്. നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള മൈലേജ് എന്ന് പറഞ്ഞത് സിറ്റി ഡ്രൈവിനകത്ത് 15.7 ആണ് നമുക്ക് സിറ്റി ഡ്രൈവിൽ കിട്ടുന്നത്. ഈ ആറ്റിങ്ങിൽ കൂടി വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അറിയില്ല ട്രാഫിക്, ഇതിനകത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 15.7. നമുക്കൊരു ലോങ് ജേണി ഒക്കെ പോയി കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 18-20 നമുക്ക് മൈലേജ് കിട്ടുന്നതാണ്. ബാക്കിൽ ലെഗ് സ്പേസ് നമ്മൾ നോക്കുമ്പോൾ ഇതാണ്. ബാക്കിൽ പവർ വിൻഡോ വരുന്നില്ല, ബാക്കിൽ മാനുവലാണ്. നമ്മുടെ ലെഗ് സ്പേസ് ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെഗ് റൂം. ഈ സീറ്റ് ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റ് ഞാൻ മാക്സിമം പുറകിലോട്ട് ഇട്ടിട്ട് ഞാൻ പുറകിലിരിക്കുമ്പോഴത്തേക്കുള്ള എൻ്റെ സീറ്റിംഗ് ആണിത്. നമ്മൾ കഷ്ടിച്ചൊരു വരുന്നത് ഇങ്ങനെ ഇറങ്ങിപ്പോകും, അത്രേ ഉള്ളൂ. ടച്ച് ആവുന്നുണ്ട് ഇവിടെ. പക്ഷെ എന്നാലും നമുക്ക് ഇരിക്കാൻ പറ്റും. അത് ഇത്രയും പുറകോട്ടിട്ട് അങ്ങനെ ആരും ഇരിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ കാളിയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്, ചിലപ്പം WWE ഇല്ല, കാളിയാണ് വണ്ടി ഓടിക്കുന്നത് ഒരു ഷിങ്ക് ഇടാം. അല്ലാതെ വേറെ ആരും ഇങ്ങനെ ഇടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ സീറ്റ് ഏറ്റവും ഫ്രണ്ടിലോട്ട് നീക്കിയിട്ടതിന് ശേഷമുള്ള ലെഗ് റൂമാണത്. കാലൊക്കെ നമ്മൾ ഒരു ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ഇരിക്കുന്ന ഒരു ഫീൽ വന്നു. അതുകൊണ്ട് ആ ഒരു ഫീലല്ല, അത്രയും ഒരു ലെഗ് റൂമുണ്ട്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. നമ്മുടെ ബൂട്ട് സ്പേസ് ഇത്രത്തോളം വരുന്നുണ്ട്. ഇത് നമ്മുടെ അഡീഷണൽ ആയിട്ട് വാങ്ങിച്ചിട്ട സാധനമാണ്, ഒരു ചെറിയൊരു പുറത്ത്. ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ്. എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ബാക്ക് സൈഡാണ്. ഈ ബാക്ക് സൈഡ് ഈ ഒരു ലൈറ്റും ഈ പുറകിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ബാഡ്ജിങ് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊരു ഓൾട്ടോ കേട്ടണാണെന്ന് ആരും അങ്ങനെ കണ്ടുപിടിക്കില്ല. അതിനെക്കാട്ടി ഒരു കംപ്ലീറ്റ് ഒരു ഓൾട്ടോയുടെ പഴയ ഓൾട്ടോയെക്കാട്ടി ഒരുപാട്, അത് പുതിയൊരു കാറാണ്. പഴയ ഓൾട്ടോയോട്ട് ഇതിനൊരു ഏതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള ലുക്കാണ് ബാക്ക് സൈഡിൽ നിന്നായാലും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലുക്ക് ഇതാണ്. എനിക്ക് ഫ്രണ്ട് സൈഡിൻ്റെ ലുക്ക് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഇലക്ട്രിക് കാറിൻ്റെ കണക്ക് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു നാനോ, എവിടെയൊക്കെ ഒരു നാനോ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഫ്രണ്ടിൽ ഇപ്പോൾ ഫോഗിലാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഫോഗിലാകുമ്പോൾ അഡീഷണൽ കൊടുക്കാനുള്ള ഒരു സ്പേസും ഇല്ല. പിന്നെ നമ്മൾ സ്റ്റോക്ക് നമ്മൾ വെളിയിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങിച്ച് വെക്കാം, പ്രിൻ്റ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു ഫോഗിലാകുമ്പോൾ വെക്കാനുള്ളൊരു സ്പേസോ അങ്ങനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾട്ടോ കേട്ടൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയൊരു പുതിയൊരു കാറിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അതുവരെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.